എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചിത്രത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ വീടുകളിലെ ലിവിങ് റൂമിൽ നമ്മൾ പലതരത്തിലുള്ള ചിത്രങ്ങൾ വെക്കാറുണ്ട്, പല സാധനങ്ങൾ വെക്കാറുണ്ട് അല്ലേ. അതൊക്കെ ആ വീടിൻ്റെ ഐശ്വര്യം വളർത്തുന്ന തരത്തിലുള്ള സാധനങ്ങളെ നമ്മൾ വെക്കാറുള്ളൂ. നല്ല ഇപ്പോൾ പുതിയതായി വിരിഞ്ഞ പൂക്കൾ വെക്കാറുണ്ട്, ഉരുളിയിൽ വെള്ളം നിറച്ച് പൂക്കളിട്ട് വെക്കാറുണ്ട്, മണി പ്ലാന്റ് വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും എനർജി തരുന്ന നമ്മുടെ എല്ലാ പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന തരത്തിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വെക്കാറുള്ളൂ അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു ഫോട്ടോ കൂടി വെച്ച് നോക്കൂ. നമുക്കൊക്കെ അറിയാം, രാവിലെ സൂര്യഭഗവാൻ അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് 7 കുതിരകളെ പൂട്ടിയ രഥത്തിലാണ്. എത്രമാത്രം വിജയകരമായിട്ടാണ് രഥം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7 കുതിരകൾക്ക് വളരെയധികം പ്രാധാന്യം വാസ്തുശാസ്ത്രപരമായിട്ടുണ്ട്. ഈ 7 കുതിരകളുടെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാവട്ടെ, അവിടെ നടക്കുന്ന പ്രവൃത്തികളാവട്ടെ, എന്തിനും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ഇങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫോട്ടോ വാങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ചുമരിൽ, അതായത് തെക്കുന്ന് വടക്കോട്ട് പോകുന്ന പോലെയുള്ള ആ രീതിയിൽ ഈ ഫോട്ടോ വെക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വിജയങ്ങളും നമ്മുടെ കുടുംബത്തിനുണ്ടാവും, നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലേ. നമ്മുടെ കുടുംബത്തിനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ നമുക്ക് ചെറിയ കാര്യങ്ങൾ കൊണ്ട് നടത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ വീട്ടിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും വിജയപ്രദമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.